ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫെബൻ ഷാപ്പ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന നിങ്ങളുടെ +1 മോഡൽ എക്സാം ബിസിനസ് സ്റ്റഡീസ് അടിപൊളിയായിട്ട് തകർത്ത് എഴുതാൻ വേണ്ടിയിട്ട് A+ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ 2 മാർക്ക് മുതൽ നിങ്ങൾക്ക് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങളൊക്കെ അത്രയും എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചാലോ. ഇതൊക്കെ മക്കളെ കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ പോയേക്കരുത്. കാരണം ഇതൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്രയും സന്തോഷത്തോടു കൂടി തന്നെ പരീക്ഷ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര വൈകിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് മുമ്പ് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 5 മാർക്കിന് വേണ്ടി പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് മാത്സ് ഫോളോയിങ് ആയിട്ട് വരാൻ നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമുക്ക് നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിലും 4ാമത്തെ ചാപ്റ്ററിലൊക്കെ തന്നെ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സിലും ബിസിനസ് സർവീസസിലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള ഹിൻഡ്രൻസുകൾ റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡ്സ് ടു ട്രേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് നോക്കാം. നമുക്കിവിടെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് എന്നൊക്കെ നോക്കാം. ഹിൻഡ്രൻസ് ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ബാങ്കിങ് ആണല്ലേ. അതായത് ഫൈനാൻസ് എന്ന ഹിൻഡ്രൻസ് റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. ആൻഡ് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നത് എന്താണ്? അത് ട്രാൻസ്പോർട്ടാണ്. 2 വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ട്രാൻസ്പോർട്ടാണ്. ഹിൻഡ്രൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം, സമയത്ത് അവൈലബിൾ ആക്കാം, അതിനൊക്കെ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയ്ഡ്സ് ടു ട്രേഡ് ആണ് വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. ആൻഡ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് മിനിമൈസ് ചെയ്യാനും റിസ്ക് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു എയ്ഡ്സ് ടു ട്രേഡ് ആണ് ഏത്? ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഹിൻഡ്രൻസ് ഓഫ് നോളജ്, നമ്മൾ ഇൻഫർമേഷനും അറിവില്ലായ്മയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? അഡ്വർടൈസിങ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ എയ്ഡ്സ് ടു ട്രേഡ്സ്, ഏതൊക്കെ ഹിൻഡ്രൻസുകളാണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നന്നായിട്ട് പഠിക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും ചോദ്യങ്ങൾ ഉണ്ടാവും. 1ാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് അത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഗ്ലോബൽ എൻ്റർപ്രൈസ്? അല്ലെങ്കിൽ ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ എം എൻ സിയുടെ മീനിങ്ങും MNCയുടെ ഫീച്ചേഴ്സും നന്നായിട്ട് പഠിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MNC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് എന്ത്? MNC എന്ന് പറയുന്നത്. അവർക്ക് ഒരു രാജ്യത്ത് മാത്രമായിരിക്കില്ല ബിസിനസ് ഉണ്ടാവുക, ഒരുപാട് രാജ്യങ്ങൾ, ഒന്നിൽ കൂടുതൽ, മോർ ദാൻ 1 കൺട്രിയിൽ അവർക്ക് ബ്രാഞ്ചസും ഓഫീസുകളും ഫാക്ടറികളും ഒക്കെ ഉണ്ടാവുന്ന ബിസിനസ്സാണ് അല്ലെങ്കിൽ കമ്പനിയാണ് MNC എന്ന് പറയുന്നത്. അപ്പോൾ ഈ MNC എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് വേണം അവർക്ക് ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാവും, അഡ്വാൻസ്ഡ് ടെക്നോളജി, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി, ഇതെല്ലാം നിങ്ങൾക്ക് MNCയുടെ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതാവുന്നതാണ്. ഇത് തീർച്ചയായും പഠിച്ചിരിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ് MNC എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ആ ഭാഗം സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ ചെറുകിട വ്യാപാരങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫൈനാൻസ് ഇല്ലാത്ത പ്രശ്നം, റോ മെറ്റീരിയൽസ് ഇല്ലാത്ത പ്രശ്നം, നല്ല ക്വാളിറ്റി ലേബേഴ്സ് ഇല്ലാത്ത പ്രശ്നം, മാർക്കറ്റിംഗ് ഇല്ലാത്ത പ്രശ്നം, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇല്ലാത്തതിൻ്റെ കുറവ്, ടെക്നോളജി ഇല്ലാത്തതിൻ്റെ പ്രശ്നം, സിക്നെസ്, ഗ്ലോബൽ കോമ്പറ്റീഷൻ, ഇതെല്ലാം തന്നെ ഇന്ത്യയിലെ സ്മോൾ ബിസിനസ് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് 1 by 1 ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ മറക്കരുത്. എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 മാർക്കും 5 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമെന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. മാത്സ് ഫോളോയിങ്ങിന് പിന്നെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. മാത്സ് ഫോളോയിങ് അല്ലാത്ത ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എക്സ്പ്ലനേഷൻ വേണം. അതിൽ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളൊരു ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ.
അപ്പോൾ സ്മോൾ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുക. പിന്നെ വീണ്ടും നമ്മളൊരു മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഇത് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഓണേഴ്സിനോടുള്ള മുതലാളിമാരോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? നമുക്ക് ഫെയർ റിട്ടേൺ, മുതലാളിമാർക്ക് അല്ലെങ്കിൽ ഓണേഴ്സിന് കൃത്യമായി ഫെയർ ആയിട്ടുള്ള വളരെ ന്യായമായിട്ടുള്ള റിട്ടേൺ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓണേഴ്സിന് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ. ദെൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമർക്ക് എന്താണ് കൊടുക്കേണ്ടത്? കസ്റ്റമറിന് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കസ്റ്റമർക്ക് കൊടുക്കേണ്ടത്. ദെൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സപ്ലയറിന് എന്താ കൊടുക്കേണ്ടത്? പ്രൊമിറ്റ്, കറക്റ്റ് സമയത്ത് എന്ത് കൊടുക്കുക? കറക്റ്റ് സമയത്ത് സപ്ലയർ തന്നിട്ടുള്ള സാധനങ്ങൾക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കുക, പ്രൊമിറ്റ് പേയ്മെൻറ്റ്. ദെൻ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസിന് എന്താ കൊടുക്കേണ്ടത്? അവർക്ക് കൃത്യമായി ഫെയർ ആയിട്ടുള്ള വേജസ് കൃത്യമായി തന്നെ കൊടുക്കുക. ആൻഡ് ഫൈനലി റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. സോ ഇങ്ങനെ ബിസിനസ്സിന് ഓരോരോ കാറ്റഗറി ഓഫ് ആളുകളോട് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഇത്തരത്തിലുള്ള മാത്സ് ദ ഫോളോയിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ. A+ നമ്മുടെ കയ്യിലിരിക്കണം. ഇത് മോഡൽ എക്സാം ആണെന്ന് വിചാരിച്ച് ഉഴപ്പരുത്. ആനുവൽ എക്സാമിന് മുമ്പേ ഉള്ളൊരു ട്രെയിലറായിട്ട് കണ്ടാൽ മതി, ഒരു റിഹേഴ്സലായിട്ടൊക്കെ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് വേണ്ടി, കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു ചാനലാണ് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എന്നുള്ളത്. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക, നമ്മൾക്ക് വിജയം ഉറപ്പാണ്. ഓക്കെ, ഇനിയും സമയം വൈകി പോയിട്ടില്ല. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി 8 മാർക്കിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, താങ്ക് യു.